സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാരുടെ 2025 വർഷഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കന്നി രാശിയിലും തുലാം രാശിയിലുമായിട്ട് ചിത്തിര നക്ഷത്രം നിൽക്കുന്നു. കന്നി രാശിയിൽ ഉൾപ്പെടുന്നവർക്ക് 7 ശനി, 10 വ്യാഴം, 12 കേതു, 6 രാഹു. ഇങ്ങനെയാണ് 2025 പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റം. തുലാം രാശിയിൽ ഉൾപ്പെടുന്നവർക്ക് 6 ശനി വരുന്നത്, 9 വ്യാഴം, ഒപ്പം തന്നെ 11 കേതു, 5 രാഹു. ഇതുപ്രകാരം ചിത്തിര തുലാം രാശിയിൽ ഉൾപ്പെട്ടവർക്കാണ് കൂടുതലായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉന്നതി ലഭിക്കുന്ന ഒരു വർഷം കൂടി ആയിരിക്കും 2025. സാമ്പത്തികമായിട്ട് ഒരുപാട് സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ വന്ന് എത്തും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ജോലിമാറ്റം, പെട്ടെന്നുള്ള ജോലിമാറ്റം ഒഴിവാക്കാൻ ശ്രമിക്കണം. പിന്നെയുള്ളത്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അധ്വാനം കൂടുതൽ വരാം. കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതിനെ കൂടുതൽ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റി ജോലിയിൽ തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അപ്രകാരമുള്ള സന്ദർഭങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധ വേണം. തൊഴിൽ സംബന്ധമായിട്ട് പുരോഗതിയുണ്ട്, എന്നിരുന്നാലും ഇക്കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അഹംഭാവം, അഹങ്കാരം എന്നിവ ഇത് മനുഷ്യന് ഉള്ളതാണ്. അതെല്ലാം ഒഴിവാക്കിയില്ലെങ്കിൽ പോലും അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ട് അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും യാത്രകളാണ് നിങ്ങളെ ഈ വർഷം കൂടുതലായിട്ട് തേടി വരിക. പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയോ വിനോദയാത്രകളൊക്കെ ഈ വർഷം നടത്തും. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന വിദേശ സഞ്ചാരവും ഈ കൊല്ലം നടക്കുന്നതാണ്. പ്രധാനമായിട്ടും വിദേശ സഞ്ചാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്, തൊഴിൽ സംബന്ധമായിട്ട് ആണ് യാത്രയെങ്കിൽ നമ്മൾ തൊഴിൽപരമായിട്ടുള്ള എല്ലാ രേഖകളും പരിശോധിക്കണം. ചില ആളുകൾ നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഈ വർഷം തന്നെയാണ്. സാമ്പത്തികമായിട്ട് തട്ടിപ്പിനിരയാകാതെ ശ്രദ്ധിക്കണം. ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാവുക. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ, രോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതിലൊന്നും മനസ്സ് വിഷമിക്കേണ്ട. എല്ലാ പ്രകാരത്തിലും അവരുടെ ആരോഗ്യകാര്യങ്ങളൊക്കെ മാറ്റങ്ങളുണ്ടാകാൻ ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുക. വിദേശ സഞ്ചാരവുമായിട്ടുള്ള യാത്രകൾ കൂടുതലായിട്ട് വേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ. അത് പഠന സംബന്ധമായിട്ട് സന്താനങ്ങളുടെ വിഷയത്തിലും ആകാം. ഇതിലും നമ്മൾ പ്രത്യേകം ഏർപ്പെടുന്ന കരാറുകളിലൊക്കെ ശ്രദ്ധ ചെലുത്തിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഇടപെടാൻ. എല്ലാ വിധത്തിലും നല്ല മുന്നേറ്റമുണ്ടാകുന്ന വർഷമാണ് 2025. കൂട്ടുവ്യാപാരങ്ങളിൽ പിന്മാറുന്നതിനുള്ള മാനസികാവസ്ഥ നമ്മൾക്ക് ഉണ്ടായെന്ന് വരാം. എല്ലാം ചിന്തിച്ച് എല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ അതെല്ലാം നടപ്പാക്കാൻ പാടുള്ളൂ. സഹോദരങ്ങളുമായി നല്ല രമ്യതയിൽ വർദ്ധിച്ചു പോകാൻ ഇടയുള്ള വർഷം കൂടിയാണ് 2025. പിതൃതുല്യർക്കോ പിതാവിനോ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടാം. എല്ലാ പ്രകാരത്തിലും 2025 ചിത്തിര നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.